പല പ്രാവശ്യം പറഞ്ഞു ഏഷ്യാനെറ്റിൻ്റെ പോളിൽ ജിൻഡോനെ കാണിക്കുന്നില്ല, പലയിടത്തും ജിൻഡോ വാനിഷ് ആവുന്നുണ്ടെന്ന്. ഇന്നലത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ജിൻഡോൻ്റെ ചില സീക്വൻസ് കാണിച്ചിട്ടില്ല, ടാസ്ക് ജയിച്ചത് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് കുറച്ച് മെസ്സേജ് കിട്ടി. ഞാൻ നോക്കിക്കഴിയുമ്പോൾ ശരിയാണ്. കാരണം ഏഷ്യാനെറ്റ് കഴിഞ്ഞിട്ട് 10:30 ഒരു സീരിയൽ കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് പ്ലസ്. അതുകൊണ്ട് തന്നെ സീരിയൽ വരണതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇവിടെ അമ്മയൊക്കെ ഈ സീരിയൽ താണ്ടി ഈ സാധനം കാണാൻ നിൽക്കാറില്ല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റ് മെയിൻ ചാനലിൽ കുറച്ച് ടിക്കറ്റ് ടു ഫിനാലയുടെ ബാക്കി ടാസ്ക് ഏഷ്യാനെറ്റ് പ്ലസിലും കാണിക്കായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് ഭയങ്കര മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ജിൻഡോയെ ലാസ്റ്റ് ടൈം ഇപ്പം മുക്കി തുടങ്ങി ഒരു തുടർക്കഥയാകുവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസിനെ ടോപ്പ് 5 കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്ക് ഫാൻ പവർ സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ വെള്ള പൂശാൻ വേണ്ടിയിട്ടാണോ എന്തോ മനസ്സിലാവുന്നില്ല. ജിൻഡോ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കളിച്ച പല ഇതും ഇന്നലത്തെ ഇതിൽ ആ ഒരു എഫർട്ട് കാണിച്ചതായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് പല സിറ്റുവേഷനിലും എൻ്റെയൊക്കെ അപ്പോൾ എത്രയും എഡിറ്റഡ് ആയിട്ടുള്ള എത്രയും സംഭവങ്ങളായിരിക്കും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണിക്കാതെ തന്നെ എൻ്റെ ഉള്ളിൽ പല ആൾക്കാരും ഒരു കൊച്ചുണ്ടായിട്ട് നീ ഒരാളെ കെട്ടിപ്പിടിച്ച് എന്തോ മച്ചന്മാരെ കൊച്ചുണ്ടെങ്കിൽ ഒരാളെ കെട്ടിപ്പിടിക്കാൻ പാടില്ലേ? ഇത്രയും മിളയച്ചമായ രീതിയിൽ പല ആൾക്കാരും ചോദിക്കുന്നു കൊച്ചുണ്ടെങ്കിൽ എന്ത് കൊച്ചുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മഞ്ഞ പിടിച്ച മനസ്സും കൊണ്ട് എൻ്റെ പേജിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോട്ടോ വന്നിട്ട് ഒരു കാര്യമില്ല. കമൻറ്റ് ഇടുന്നത് നിങ്ങൾക്കും അറിയാം. ഒരു കുട്ടി ഉണ്ടെന്ന് വെച്ച് കെട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ ലവ് യു പറഞ്ഞുകൊണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിൽ ഞാനും ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു ഫ്രണ്ട്, ഞങ്ങൾ തമ്മിൽ അതിൻ്റെ കാര്യത്തിലൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്താണെന്ന് നമുക്ക് എത്തിക്സ് അറിയാം, നമുക്ക് ലിമിറ്റ് കീപ്പ് ചെയ്യാൻ അറിയാം. എൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രമേ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജിൻഡോനെ മുക്കൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന മാതിരി സ്ക്രിപ്റ്റഡ് അല്ല, എഡിറ്റഡ് ആണ് ഷോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കഴിഞ്ഞ തവണ അപ്പോൾ എൻ്റെ എന്തെല്ലാം സംഭവങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കാതിരുന്നിട്ടുണ്ടാവും, കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ സ്ക്രിപ്റ്റഡ്, ഇറ്റ്സ് എഡിറ്റഡ് ആണ്. ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു സംഭവം. അപ്പോൾ അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പെടുക്കാറായപ്പോഴേക്കും ജിൻഡോൻ്റെ ഈ പോർഷൻസ് കട്ട് ചെയ്യുന്നത് വളരെ 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 മോശമായ പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഓൾറെഡി ഫാൻ പവർ ഉണ്ട്. ഇനിയിപ്പോൾ ഗെയിം കാണിച്ചില്ലെങ്കിലും കയറി വരുന്നുള്ള ചിന്താഗതിയൊക്കെ ആണെങ്കിൽ ഭയങ്കര മോശമാണ്. കാരണം ആ വ്യക്തി മാനുവലി കഷ്ടപ്പെട്ടിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണണമെന്നും വോട്ട് കിട്ടണമെന്നും അതേപോലെ കപ്പെടുക്കാനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ജിൻഡോ എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത്. പക്ഷേ ജിൻഡോൻ്റെ സീക്വൻസൊക്കെ ഇങ്ങനെ മുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏഷ്യാനെറ്റുകാർ അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുൾ എപ്പിസോഡൊന്നും കാണിക്കാൻ പറ്റത്തില്ല, ശരിയാണ്. എന്നാലും കാണിക്കേണ്ട ഭാഗങ്ങൾ കാണിക്കാം. ഒരാളുടെ സ്പേസ് ഫുള്ള് കട്ട് ചെയ്തിട്ട് വേറെ ആൾക്കാരെ ഓവർലാപ്പ് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്.